ഈ വർഷത്തെ തിരുനാവായ സർവോദയ മേളയ്ക്ക് ഫെബ്രുവരി 8 തിരിതെളിയും. രാഷ്ട്രപിതാവിന്റെ സ്മരണകൾ ഉയർത്തിപ്പിടിച്ച് ഈ വർഷത്തെ തിരുനാവായ സർവോദയ മേള ഫെബ്രുവരി 8 മുതൽ 12 വരെ തവനൂർ കേളപ്പജി നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിലയിൽ നിമജ്ജനം ചെയ്തതിന്റെ സ്മരണക്കായി വർഷം തോറും സംഘടിപ്പിക്കുന്ന സർവോദയ മേളയുടെ ദീപശിഖാ പ്രയാണം 8-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. കേളപ്പജിയുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണം മേളനഗറിൽ സംഗമിക്കും. മേളയുടെ ഉദ്ഘാടനം 9 വൈകിട്ട് 5 മണിക്ക് AP അനിൽകുമാർ MLA നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ C ഹരിദാസ് അധ്യക്ഷനാകും. ഖാദി ഗ്രാമ വ്യവസായ പ്രദർശനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. 10 രാവിലെ 9:30 ജീവിതമാകണം ലഹരി എന്ന പ്രമേയവുമായി വിദ്യാർത്ഥി യുവജന സമ്മേളനം നടക്കും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 4 നടക്കുന്ന ആദരം സാദരം പരിപാടി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിലുള്ളവരെ ചടങ്ങിൽ ആദരിക്കും. 5:30 കാർഷിക സമ്മേളനം നടക്കും. 11 രാവിലെ 9:30 നടക്കുന്ന സർവോദയ സംഗമം ഡോക്ടർ AP മത്തായി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന കവി സമ്മേളനം MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആയാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിജിയുടെ ചിതാഭസ്മ നിമജ്ജനത്തിന്റെ ഓർമ്മക്കായി നടത്തുന്ന ശാന്തിയാത്ര 12 രാവിലെ 7 മണിക്കായിരിക്കും. തവനൂർ കേളപ്പജി സ്തൂപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശാന്തിയാത്ര ഭാരതപ്പുഴ കടന്ന് തിരുനാവായ ഗാന്ധി സ്തൂപത്തിൽ സംഗമിക്കും. തുടർന്ന് പുഷ്പാർച്ചന നടക്കും. ശേഷം 10 മണിക്ക് തവനൂരിൽ നടക്കുന്ന കേളപ്പജിയും സർവോദയ മേളയും അനുസ്മരണ സമ്മേളനം ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സർവോദയ സംഗമം MV മാത്യു ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന ജൈവ വൈവിധ്യവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ചർച്ച കൂടംകുളം സമരനായകൻ SP ഉദയകുമാർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 നടക്കുന്ന സമാപന സമ്മേളനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. CP ജോൺ MK സക്കീർ എന്നിവർ സംബന്ധിക്കും. തുടർന്ന് സർവമത പ്രാർത്ഥനയോടെ ഇത്തവണത്തെ സർവോദയ മേളയ്ക്ക് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ C ഹരിദാസ് XMP, അഡ്വക്കേറ്റ് MM രോഹിത്, അഡാട്ട് വാസുദേവൻ, K രവീന്ദ്രൻ, VR മോഹനൻ നായർ, MP അർമുഖൻ, സലാം പോത്തന്നൂർ, പ്രസാദ് പ്രണവം എന്നിവർ പങ്കെടുത്തു. തിരുനാവായിലാണ് കേളപ്പജി ആദ്യം. ഇപ്പൊ ഗാന്ധി സ്തൂപം നിൽക്കുന്നവർക്ക്, അതിനുശേഷമാണ് തവനൂർക്ക് ഇത് മാറ്റുന്നത്. നമ്മുടെ തവനൂർ മനസ്സിൽ നിന്ന് സ്ഥലം കൊടുത്തപ്പോൾ അദ്ദേഹം എല്ലാം അവിടെയാക്കി. അങ്ങനെയാണ് തവനൂര് വരുന്നത്. അപ്പൊ കേളപ്പജി മരിക്കുന്നവരെ കേളപ്പജിയായിരുന്നു കൊണ്ടാടുന്നിരുന്നത്. പിന്നെ തവനൂർ വാസുദേവൻ നമ്പൂതിരിയാണ്. പിന്നെ തിരുവത്ര ദാമോദരിയായി. പിന്നെ കുമാരന്മാരുടെ നേതൃത്വത്തിൽ ഈ വിഭാഗം ചെറുപ്പക്കാരുടേതായ മാറി. ഇപ്പൊ ഇതൊക്കെ സഹായത്തോടു കൂടി നല്ല നിലയിൽ പ്രാർത്ഥന നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കും. 77ാമത് സർവോദയ മേള ഈ ഫെബ്രുവരി 8 മുതൽ 12 കൂടിയുള്ള ദിവസങ്ങളിൽ തവനൂർ കേളപ്പജി നഗറിൽ നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമായി ആണ്, ഒരു വലിയ സംഭവമായി നടക്കേണ്ട ഒന്നാണ് സർവോദയ മേള. ഒരു സാംസ്കാരിക പരിപാടിയാണ്. ഈ വർഷത്തെ സർവോദയ മേളയിൽ 8-ാം തീയതി കേളപ്പജിയുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ദീപശിഖാ പ്രയാണം ആരംഭിക്കുക. സാംസ്കാരിക പ്രവർത്തകരും സർവോദയ പ്രവർത്തകരും ഗാന്ധിയന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ അവിടെ നിന്ന് ഇതിന്റെ ചെയർമാൻ C ഹരിദാസിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി കേളപ്പജി നഗർ തയ്യാറാക്കിയ പന്തലിന് മുന്നിലുള്ള സ്തൂപത്തിൽ ദീപശിഖ സമർപ്പിക്കും. തുടർന്ന് 9-ാം തീയതിയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. 9-ാം തീയതി 5 മണിക്ക് നമ്മുടെ MLA ശ്രീ AP അനിൽകുമാർ ഇതിന്റെ സ്വാഗത സംഘം ചെയർമാൻ അജാസ് സേട്ടന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് മേള ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് 25ഓളം സ്റ്റാളുകളുള്ള ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. ആ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവர்களാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ MM നാരായണൻ മാഷ് ആ ചടങ്ങിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തും. ഈ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക നായകന്മാരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കും.
തൊട്ടടുത്ത ദിവസം മുതലാണ് നമ്മുടെ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിലായിട്ട് മുഴുവൻ ദിവസവും നീണ്ടെടുക്കുന്ന പരിപാടികൾ നടക്കുന്നത്. 10-ാം തീയതി കാലത്ത് നടക്കുന്നത് ഒരുപക്ഷെ വലിയ ഒരു സംസ്ഥാനതല നേതാക്കൾ പങ്കെടുക്കുന്ന ഇന്നത്തെ കാലിക പ്രസിദ്ധമായിട്ടുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള യുവജന വിദ്യാർത്ഥി സമ്മേളനമാണ്. എം ജോയിത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പ്രസ്തുത സമ്മേളനത്തിൽ നമ്മുടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ, അതുപോലെ തന്നെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, AASFന്റെ സംസ്ഥാന സെക്രട്ടറി കബീർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. നമ്മുടെ ജീവിതമാണ് ലഹരി എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. നമ്മുടെ വിദ്യാർത്ഥി യുവജന സമൂഹത്തെ ലഹരി കാർന്നു തിന്നുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന നേതാക്കളിൽ ഏറ്റവും പ്രമുഖരായ 4 ആളുകൾ പങ്കെടുക്കുന്ന ആ ചർച്ച വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ആ സെഷനിൽ പ്രത്യേകമായി പങ്കെടുക്കണമെന്നാണ് നമ്മുടെ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത്. അന്ന് തന്നെ തിങ്കളാഴ്ച 10-ാം തീയതി 2 മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. ആലിപ്പറ്റ ജമീല, സുജാത വർമ്മ, ഖദീജ നർഗീസ്, ഷീജ കൂട്ടാക്കിൽ, RV രമണി തുടങ്ങിയ വനിതാ നേതാക്കളിലേക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും എത്തുകയും ആ മേള വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ചെയർമാന്റെ മറ്റേ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ നമ്മുടെ മലബാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഗാന്ധിയൻ സ്മരണകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ട സർവോദയ മേളയാണ് 2025 5 ദിവസമായിട്ട് നീണ്ടുനിന്ന് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് അല്ലെങ്കിൽ ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നതും വലിയ ചർച്ച നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ സർവോദയ മേള ഇവിടെ നടക്കുന്നത്. ഫെബ്രുവരി 8 മുതൽ 12 വരെ നടക്കുന്ന ഈ മേളയിൽ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട 12ഓളം വരുന്ന വിഷയങ്ങൾ ഈ 5 ദിവസമായിട്ട് കേരളത്തിലെയും ദേശീയ തലത്തിലെയും അറിയപ്പെടുന്ന ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള നിരവധിയായ ചർച്ചകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യാർത്ഥി സമ്മേളനം, യുവജന സമ്മേളനം, അതുപോലെ തന്നെ വനിതാ സമ്മേളനം ഉൾപ്പെടെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ 5 ദിവസക്കാലം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇത്തവണത്തെ സർവോദയ മേളയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത്, നമുക്കറിയാം, കേരളം 2 പ്രളയത്തെ അതിജീവിച്ച് വയനാട് പോലെയുള്ള സ്ഥലത്ത് വലിയ പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സാഹചര്യത്തില് പ്രകൃതി ദുരന്ത കാലത്തെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇതിന്റെ പ്രമേയമായിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ കേരളവും അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കൂടിയാണ് സർവോദയ മേള ഇത്തവണ ഉയർത്തുന്നത്. മാധ്യമ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്, വളരെ ഗൗരവത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെ സർവോദയ മേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ഉണ്ടാക്കണം. ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ പരിപാടി നടത്തുന്നതിന് മുമ്പ് തന്നെ നിരവധിയായിട്ടുള്ള അനുബന്ധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് വൈകുന്നേരം എടപ്പാള് ഹൈസ്കൂളിൽ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചർച്ച പരിചയപ്പെടുത്തുന്ന ഒരു സെഷനും ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ അറിയിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഇതിന്റെ വാർത്ത കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ അതായത് വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur.